ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വിള്ളൽ കണ്ടെത്തിയത് ഒരു നൗഫൽ എന്ന് പറഞ്ഞ ഓണറാണ്. അതായത് വീട് കിട്ടാൻ പോകുന്ന ആളാണ്. ആളുടെ വീടിന് വിള്ളലുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ വരികയും ഇത് യൂത്ത് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത് വലിയ രീതിയിൽ വിവാദമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പം ഇതിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. നൗഫൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സർക്കാരിനെ ഒരിക്കലും കുറ്റം പറയില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടും യൂത്ത് കോൺഗ്രസ് ഈ വിവാദം ഒന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. നൗഫലിനൊരു ബോധം പറ്റി. നൗഫല് ഇത് വിളിച്ചു പറയുന്നത് പത്രക്കാരോടും യൂത്ത് കോൺഗ്രസിനോടും. നൗഫൽ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് സത്യത്തിൽ. അല്ല, നൗഫൽ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരോട് നൗഫൽ പറഞ്ഞിട്ടില്ല എന്ന് പറയപ്പെടുന്നു. പക്ഷേ നൗഫൽ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഊരാളുങ്കൽ ആണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ അതോറിറ്റീസിനോടാണ് ശരിക്കും നൗഫൽ ഇക്കാര്യം പറയേണ്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് നിർമ്മിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ ഒരു വീടുണ്ടാക്കി ഒരു പക്ഷെ അതൊന്നും ചെയ്ത് കാണണമെന്നില്ല. പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറയും. ഇപ്പൊ കരാർ ഏറ്റെടുക്കുന്ന ഒരു കമ്പനി പോണ്ടിങ് ടെസ്റ്റ് നടത്തും. ഈ പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേൽക്കൂരയിൽ വെള്ളം കടന്നു പോകുന്ന ഓവുചാലുകളെല്ലാം കൃത്യമായി, അല്ലെങ്കിൽ ഓവുകളുണ്ടല്ലോ, അതെല്ലാം അടച്ചു വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തും. വെള്ളം കെട്ടി നിർത്തി ഏകദേശം 24 മുതൽ 36 മണിക്കൂർ വരെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തും. സ്വാഭാവികമായും വെള്ളത്തിന് കുറവുണ്ടാവും. കാര്യം മേൽക്കൂരയിലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം അകത്തേക്ക് ഇറങ്ങുകയും ബാക്കി ഈ പറയുന്നത് ബാഷ്പീകരിച്ചു പോവുകയും ഒക്കെ ചെയ്യും. ഇതല്ല ക്രമാതീതമായിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഈ വെള്ളം കിനിഞ്ഞിറങ്ങുക എന്ന് പറയുന്നത്, കിരിഞ്ഞ് നമ്മുടെ ഈ കോൺക്രീറ്റ് തകർത്ത് വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന ഒരു രീതി ഉണ്ടാവും. അതിനുവേണ്ടി അത് ഉണ്ടാകുന്നുണ്ടോ, അതായത് ലീക്കേജ് എന്ന് പറയും. അങ്ങനെ ലീക്ക് എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പോണ്ടിങ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഈ പോണ്ടിങ് ടെസ്റ്റ് നടത്തി ഇതിന് ശേഷം ഇത് പിന്നെ 3 ഘട്ടങ്ങളായിട്ട് തന്നെ പരിശോധന വരും. അതായത് ഈ ഗുണഭോക്താവിന് ഇത് ശരിക്കും ഇയാൾ ഗുണഭോക്താവാണ് നൗഫൽ. ആ ഗുണഭോക്താവിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് 3 ടെസ്റ്റ് നടത്തും. ആദ്യം ഊരാളുങ്കൽ ടെസ്റ്റ് നടത്തും. പിന്നെ മറ്റൊരു കമ്പനിയുണ്ട്, അവരും വന്നിട്ട് ടെസ്റ്റ് നടത്തും. പിന്നെ ഇവർ രണ്ടുപേരുടെ സംയുക്തമായി ടെസ്റ്റ് നടത്തും. അങ്ങനെ 3 തരത്തിലുള്ള ടെസ്റ്റ്, 3 ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത്. അപ്പം നിലവിൽ ആ കെനിഞ്ഞിറങ്ങി വിള്ളൽ കണ്ടു എന്നാണ് പറഞ്ഞത്. വിള്ളലല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായി. ഇതിന്റെ മാർക്കിംഗ് ആണ്. അവര് വെള്ളം വരുന്ന അല്ലെങ്കിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്ന ആ മാർക്ക് ചെയ്ത് പോയതാണ്. അതാണ് രാജൻ വന്നിട്ട്, മന്ത്രി കെ രാജൻ വന്നതെല്ലാം ചുരണ്ടി കളഞ്ഞ് കാണിച്ചു കൊടുത്തു. ഇത് വിള്ളലല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് കൂലിപ്പണി രാജൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ്, അതും ഈ പറയുന്ന ചാണ്ടിയുമ്മനെ പോലുള്ള നേതാക്കന്മാര് ഇത്ര തറയാവരുത് എന്നാണ്. ഒരു ചാണ്ടിയുമ്മനൊക്കെ ഒരു രാഷ്ട്രീയ ഭാവിയുള്ള ചെറുപ്പക്കാരാണ്. അപ്പൊ അത്തരം പിന്നെ ചാണ്ടിയുമ്മനൊക്കെ വെറും അങ്ങ് തറ നിലവാരത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കേരളം ഭരിക്കുന്ന റവന്യൂ വകുപ്പ് മന്ത്രിയായ കെ രാജനെ കൂലിപ്പണി രാജൻ അല്ലെങ്കിൽ എന്നൊക്കെ വിളിച്ച് അടച്ചാക്ഷേപിക്കുന്ന സമീപനമാണ് പിന്നെ ഇദ്ദേഹം നടത്തിയത്. പണ്ട് അതിനെ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റു ട്രോളുകൾ വരുന്നത് ഈ പിന്നെ MBBS പഠിച്ചിട്ടാണോ പിന്നെ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയിൽ ആൾക്കാരുടെ എക്സ്റേ മേടിച്ച് പരിശോധിച്ചത്? ഒന്നുമല്ലല്ലോ. ഉമ്മൻചാണ്ടി ഡോക്ടറായിരുന്നു. ഉമ്മൻചാണ്ടി ഡോക്ടറായിരുന്ന അവസാന കാലത്ത് ഈ മനുഷ്യന് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ആ ചികിത്സ പോലും മര്യാദയ്ക്ക് കിട്ടിയില്ലെന്നാണ് പറയപ്പെടുന്നത് ഉമ്മൻചാണ്ടിക്ക്. ആ സമയത്ത് പ്രാർത്ഥനയും കാര്യങ്ങളോട് പ്രാർത്ഥിച്ച പിന്നെ രോഗം ഭേദമാകുമെന്ന് പറയുന്ന മണ്ടൻ ചിന്താഗതിയും കൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു കാലഘട്ടത്തിൽ. അതായിരിക്കട്ടെ. അപ്പൊ അങ്ങനെ വിളിച്ച് കളിയാക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇതിങ്ങനെ ടെസ്റ്റ് നടത്തുന്ന പതിവാണ്. പിന്നെ ഗ്രൗട്ട് ഫില്ലിംഗ് ഒക്കെ നടത്തുന്നതിന് ഗ്രൗട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന പരിപാടിയാണ്. അത് പിന്നെ ഈ പറയുന്ന ലീക്കേജ് കാണുന്ന ഭാഗങ്ങളിൽ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് അതിനകത്തേക്ക് അടിച്ചിറക്കിക്കൊണ്ട് അതിനുള്ളിൽ ഈ കോൺക്രീറ്റിനുള്ളിൽ ഇഞ്ചെക്ട് ചെയ്യും. പിന്നെ ഇത് കൂടാതെ ഇതിന്റെ പുറത്ത് വീണ്ടും ഒരു പ്ലാസ്റ്ററിങ് കൂടെ വരും. അതിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പല ഘട്ടങ്ങളിലായി പിന്നെ തീരെ ഗത്യന്തരമില്ല, ആ ലീക്കേജ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവര് നേരെ സാധാരണ നമ്മൾ ഈ നാട്ടിലൊക്കെ കാണാറില്ല റൂഫ് ചെയ്യുന്നത്, അതുപോലത്തെ സംവിധാനത്തിലേക്കൊക്കെ പോകും. പിന്നെ ഈ പറയുന്ന ഒരു 5 വർഷത്തെ നിർമ്മാണം എന്നതിനപ്പുറത്തേക്ക് ഈ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കുക. അപ്പൊ ഒരു വീട് വെച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി തുടങ്ങാം. ഇന്ന പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഇതെല്ലാം പരിഹരിച്ചൊരു 5 വർഷത്തേക്ക് കോൺട്രാക്ട് ആണ് ശരിക്കും. ഈ 5 വർഷത്തേക്ക് ഈ വീടിന് ഉണ്ടാകുന്ന എല്ലാ അറ്റകുറ്റ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ നടത്തി കൊടുക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ്. അല്ലാതെ ഇത് വെറുതെ ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വീട് കിട്ടിയ ഒരു ആയുധമാണ് സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ. കാരണം പിന്നെ സർക്കാർ വലിയ കൊട്ടിഘോഷിച്ച് ഇവിടെ ഇങ്ങനെ ഇത്ര കോടി രൂപ മുടക്കി ഇവിടെ ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് പദ്ധതി ഉണ്ടാക്കുന്നു. ആ ടൗൺഷിപ്പ് പദ്ധതിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. സർക്കാർ ഈ പറയുന്ന പോലെ വാക്ക് പാലിക്കാത്ത സർക്കാരാണ്.
എന്നൊക്കെ പറയുന്ന ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അടുത്ത ജൂൺ മാസം വരെ ദിനബത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വീട്ടുവാടക ഉൾപ്പെടെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് ആ കാലാവധി നീട്ടിക്കൊടുത്തു. എന്ന് വെച്ചാൽ ഇതിന്റെ ഈ പറയുന്ന ഓരോ ഘട്ടങ്ങളിലായിട്ടുള്ള ഓരോ പരിശോധനകളും എല്ലാത്തിനും ഒടുവിൽ എല്ലാ അറ്റകുറ്റപ്പണികളും തീർത്ത് വീട് ഒരാൾക്ക് കയറി താമസിക്കാൻ കഴിയുന്ന സാഹചര്യമാക്കിയ ശേഷം കൊടുക്കും. ഇതുകൂടാതെ ഇവർക്ക് ഫർണിഷ് ചെയ്യാൻ വേണ്ടി 1 ലക്ഷം രൂപയും സർക്കാരിന്റെ കയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളോട് കൂടിയാണ് സർക്കാർ വീട് കൈമാറുന്നത്. ഇവ നിലവിൽ പട്ടയം മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ആ വസ്തുവിന്റെ പിന്നെ കൈവശാവകാശം എന്ന് പറയില്ലേ, അത് മാത്രമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പം പിന്നെ അതുവരെ എത്ര കാലം എടുക്കുന്നോ വീട് കൈമാറാൻ അത്രയും കാലത്തെ ദിനബത്തയും അതോടൊപ്പം പിന്നെ അവരുടെ വീട് അവർ താമസിക്കുന്ന വീടിന്റെ വാടക ഉൾപ്പെടെയുള്ള തുക സർക്കാർ നൽകിക്കൊണ്ടിരിക്കും. ഇതാണ് ആക്ച്വലി നടക്കുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് യോഗ്യതയുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് യോഗ്യതയുണ്ട്? ഈ നൗഫൽ പിന്നെ കോൺഗ്രസ്സുകാരോട് പരാതി പറഞ്ഞെങ്കിൽ നൗഫലിന് ശരി കോൺഗ്രസ്സുകാർ വീട് തരാന്ന് പറഞ്ഞിട്ട് എന്താ നൗഫൽ കേൾക്കാത്തത്? നൗഫല് പറയുന്നുണ്ട്, നൗഫൽ ഒരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് പ്രവർത്തിച്ച ആളുമാണ്. പക്ഷെ പറയുന്നത് ഇപ്പൊ മാധ്യമങ്ങൾ കൂടുതൽ വിവാദമായപ്പോ പറയുന്നു ഞാൻ അങ്ങനെ സജീവ പ്രവർത്തകനൊന്നുമല്ല, ആ രീതിയിൽ ഞാനല്ല പറഞ്ഞതെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലത് വരുന്ന പ്രശ്നം ഇപ്പൊ നൗഫലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നൗഫലിന് അങ്ങനെ നിൽക്കാനേ പറ്റൂ. കാര്യം കുറച്ച് പേര് സർക്കാരിന്റെ 15 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് വീട് വെക്കാൻ വേണ്ടി 100 ചില്ലാനും പേര് ആൾക്കാർ അങ്ങോട്ട് പോയി. അവർ കോൺഗ്രസിന്റെ വീട് സ്വപ്നം കണ്ടുകൊണ്ട് പോയതാ. ഈ കോൺഗ്രസ്സുകാർ ഇതൊക്കെ അറിഞ്ഞിരിക്കുക നല്ലതാ. എന്നേലും ഒരു കാലത്ത് വീട് വെച്ചാൽ ഉറപ്പില്ല, കോൺഗ്രസിലെ ഗുണഭോക്താക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും കോൺഗ്രസിൽ വിശ്വാസമില്ല. അത് യാഥാർത്ഥ്യം. ഇപ്പൊ നൗഫൽ എന്ന് പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് വേണമെങ്കിൽ നൗഫൽ പറയും. കാരണം വെച്ചാൽ നാണക്കേടാ. കാര്യം കോൺഗ്രസ്സുകാര് പിന്നെ വെച്ച വീട് നിങ്ങൾക്ക് താമസിച്ചുകൂടെ നൗഫലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് കാലത്താ? നൗഫലിനെ സമയത്തോളം നൗഫലിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ട ഒരാളാണ് നൗഫൽ. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ 6ഓളം ആൾക്കാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വേദന അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്, നമുക്കറിയാം. അല്ലെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. കാര്യം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ എല്ലാവരെയും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ നൗഫലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർ വീട് വെച്ചു കൊടുക്കും എന്നുള്ള വിശ്വാസമില്ല. കാര്യം മാസം എത്ര കഴിഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്ര കാലമായി? എനിക്ക് തോന്നുന്നു മാർച്ചിലോ ഫെബ്രുവരിയിലോ മാർച്ചിലും കണ്ടായിരുന്നു. മാർച്ച് 1 വർഷം കഴിഞ്ഞു, ഇത്ര മാസമായി. അല്ല, ഞാൻ പറയുന്നത് പിന്നെ കോൺഗ്രസ്സുകാർ വന്ന് അവിടെ കല്ലിട്ടിട്ട് ഇപ്പൊ എത്രയോ കാലമായി അല്ല, എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലോ മറ്റായിരുന്നു തോന്നുന്നു. അതിന്റെ ഫെബ്രുവരി 26 അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ കല്ലിടി ചടങ്ങുകളൊക്കെ നടത്തിയത്. ഇപ്പൊ എത്രയായി? 2 മാസമാകാൻ പോണു. ഈ 2 മാസത്തിനകത്ത് ഒരു കല്ലെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ പിന്നീട്? അതാണ് വരുന്ന കാര്യം. അപ്പൊ കോൺഗ്രസിലുള്ളവർക്ക് പോലും അറിയില്ല, അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളായിട്ട് ഇരിക്കുന്നവർക്ക് പോലും അറിയില്ല. പിന്നെ കോൺഗ്രസ്സുകാരെ സമയത്തുള്ള അതുകൊണ്ട് ബോണ്ടിങ് ടെസ്റ്റ് ഉണ്ടാകുമെന്നോ വീടിന് വിള്ളൽ വീഴുമെന്നോ വീട് കൊടുത്തു കഴിയുമ്പോഴേക്ക് ഗുണഭോക്താക്കൾ പ്രശ്നം ഉണ്ടാക്കുമെന്നോ ഉള്ള പേടി കോൺഗ്രസിന് ഇല്ല. കാരണം വീടേ ഇല്ല. അപ്പൊ എന്താണ് അവരുദ്ദേശിക്കുന്നത്? അപ്പൊ കോൺഗ്രസിനെ അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് സമരം ചെയ്യാം. കാര്യം സർക്കാർ വീട് കൊടുത്തു. സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി ശരിക്കും പറഞ്ഞാൽ 160 ഏക്കർ ഭൂമിയിലാണ് ഈ ടൗൺഷിപ്പ് പ്രോജക്റ്റ് വരുന്നത്. 160 ഏക്കർ. ഇവ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ അവരുടെ കയ്യിൽ ആകെ കോൺഗ്രസിന്റെ കയ്യിലുള്ളത് 3.25 ഏക്കർ എന്തോ ആണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. കുന്നമ്പറ്റയിൽ അടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3.25 ഏക്കറാണ്. രണ്ടാമത് 2 ചില്ലാനം ഏക്കർ ഭൂമി എവിടെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു രൂപരേഖ എനിക്ക് സണ്ണി വക്കീലിന് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവിടെ സർക്കാർ വെക്ക് 160 ഏക്കർ ഭൂമിയിലാണ് ഇത് വരുന്നത്. എന്നാൽ ഇത് വെറും ഒരു വീട് മാത്രമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കുറെ വീട് മാത്രം കെട്ടിപ്പൊക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. അവിടെ അംഗനവാടി ഉൾപ്പെടെ, ഹെൽത്ത് ക്ലബ് ഉൾപ്പെടെ, ഫുട്ബോൾ ഗ്രൗണ്ട് ഉൾപ്പെടെ, റോഡ്, പാലങ്ങള്, കലുങ്കുകൾ, ഇതെല്ലാം ഉൾപ്പെടെ വലിയൊരു പ്രോജക്റ്റാണ് അവിടെ നിർമ്മിക്കുന്നത്. എനിക്കൊന്ന് 10 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ ടാങ്കുകൾ അവിടെ ഈ പറയുന്ന പോലെ അവിടങ്ങളിലേക്ക്, അതിൽ നിന്നും വീടുകളിലേക്ക് എത്തിക്കുന്ന വാട്ടർ കണക്ഷൻ, പിന്നെ അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡ്രെയിനേജ് സൗകര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഈ വെള്ളം എവിടെ നിന്ന് എടുക്കണം? വേറെ എവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇലക്ട്രിക് സബ്സ്റ്റേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇത്രയും വലിയൊരു ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടത്തേക്കുള്ള ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ, വെള്ളം ഉൾപ്പെടെ,
അവിടെ നിന്നുള്ള പിന്നെ ഈ പറയുന്ന സീവേജ് അല്ലെങ്കിൽ അവിടുത്തെ മാലിന്യങ്ങൾ പോകാൻ അല്ലെങ്കിൽ മലിനജലം ഒഴുകി പോകാനുള്ള ഡ്രെയിനേജ് വാട്ടർ, ഡ്രെയിനേജ് പൈപ്പുകൾ, ഇതെല്ലാം ഉൾപ്പെടെ അത്രയും വലിയൊരു സംവിധാനത്തോടു കൂടി ഒരുക്കുന്ന ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണത്. അല്ലെ നിസ്സാരമെന്നൊക്കെ പറയാൻ കഴിയില്ല. അതൊരു പക്ഷേ പിന്നെ ഇത്രയും വലിയൊരു കാര്യം ഇവിടെ സർക്കാർ ചെയ്തത് എന്താണ്? സർക്കാർ വെറുതെ വീട് വെച്ചു കൊടുത്ത് വേണമെങ്കിൽ സർക്കാരിന് കൈ ഒഴിയാം. ഇതിനു മുമ്പ് സുനാമി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ തീരപ്രദേശത്ത് ആഞ്ഞടിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേർക്ക് വീട് നഷ്ടപ്പെട്ടു. അതിൽ സർക്കാർ വെച്ച വീട് കൂടാതെ ഇവിടുത്തെ പാർട്ടി വീട് വെച്ച് കൊടുത്തു CPM. ആ വീടുകളിൽ മാത്രമേ ഉള്ള ആൾക്കാർ താമസം. അല്ലാതെ വേറെ പിന്നെ അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വെച്ചു കൊടുത്ത ഒരു വീട്ടിലും ആൾപ്പാർപ്പില്ല. ആൾപ്പാട് 2 മുറിയുടെ ഒരു കാലിത്തൊഴുത്ത് പോലെ വീട് വെച്ചു കൊടുത്തു. ആ വീട്ടിലെങ്ങും ആൾക്കാർ താമസിക്കുക വാസയോഗ്യമല്ലാതെ വീട് വെച്ചു കൊടുക്കുന്ന ജനങ്ങളെ പറ്റിച്ചവരല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു കാലത്ത്. ഇതൊക്കെ നമ്മൾ പിന്നെ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ്. അതിന് പകരം ആ രീതിയിൽ പിന്നെ ഇതിന് പകരം നമ്മൾ അങ്ങോട്ട് നോക്കൂ, വലിയ തുറയിലേക്ക് ഒന്ന് പോയി നോക്കൂ. വലിയ തുറയിൽ അവിടെ പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത് വെറുതെ ഒരു കെട്ടിടമല്ല, അവിടെ ഒരു ഫ്ലാറ്റാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഒരിക്കൽ ഏകദേശം വർഷങ്ങളായി ആ പോക്കിയുടെ പിന്നെ ആ സമയത്തൊക്കെ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇവരെ കൊണ്ടുവന്നിട്ട് ആ സുനാമിയുടെ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ചിലരുടെ കണ്ണീര് കാണാം. അവർ പറയുന്നത് ക്യാൻസർ രോഗികളുണ്ട്, മാറാരോഗം ബാധിച്ചവരുണ്ട്, ഇവരുടെ എല്ലാം ഇടയിൽ കുഞ്ഞുങ്ങളും കുട്ടികളുമായിട്ട് സ്കൂളിൽ കഴിഞ്ഞുകൂടുകയാണ്. ആ കാഴ്ച നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ട്. നമുക്കാർക്കും അങ്ങനെ പറ്റില്ല. ഒരു സ്കൂളിൽ ആ സ്കൂളിൽ ക്ലാസ് നടന്നിട്ടില്ല, ആ സ്കൂളിൽ ഇവരെ കൊണ്ട് തമ്പടി അടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ക്ലാസ് മുറിയിൽ ഒരു ഭാര്യ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, മക്കളുണ്ടാവും, മക്കളുടെ ഭാര്യമാരുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ചെറിയൊരു ഇത്രയുള്ളൊരു സ്പേസിനകത്ത്, നമ്മുടെ സ്റ്റുഡിയോക്കായിട്ട് കുറച്ചുകൂടെ വലുപ്പം ഉണ്ടാവും, അത്ര ആ സ്പേസിനകത്ത് കിടക്കുകയാണ് ആൾക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ ആവശ്യങ്ങൾ പോലും നടക്കണ്ടേ? ഒരു കുടുംബമായിട്ട് അവർ ജീവിക്കുകയല്ലേ? എങ്ങനെയാണ് അവർ കഴിഞ്ഞുകൂടുക? അവരുടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വളരെ മോശമായിരുന്നു. അത് ഭയങ്കര മോശം എന്ന് പറയുക, കുഞ്ഞു കുട്ടികൾ വരെ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വരെ താമസിക്കുക മര്യാദയ്ക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ. ഇതാണ്. അതിന് പകരം സർക്കാർ ചെയ്തെന്താ? സർക്കാർ അവിടെ അവർക്ക് കൊടുത്ത ഫ്ലാറ്റുകളാണ്, അവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഫ്ലാറ്റുകളാണ് കൊടുത്തത്. നമ്മൾ സർക്കാരിന്റെ ആ ഒരു ഇച്ഛാശക്തിയെ നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. അതിപ്പോ കോൺഗ്രസ്സുകാർ ഇപ്പൊ ഇനി ഇത്തരത്തിൽ കത്തിച്ചോണ്ടിരിക്കുക. കോൺഗ്രസ്സുകാർ വീട് വെച്ചു കൊടുത്തിട്ടില്ല, അവർ കൊടുത്ത ഫണ്ട് എത്രയാണെന്ന് അറിയില്ല, അവർക്ക് എവിടെയാണ് വീട് വെക്കാൻ പോകുന്നതെന്ന് അറിയില്ല, വീടിന്റെ പ്ലാൻ എന്താണെന്ന് അറിയില്ല, ഇതൊന്നും അറിയില്ല. പക്ഷെ കുറ്റം പറയാൻ മാത്രം അറിയാം. കുറ്റം പറയാൻ അവർക്ക് യാതൊരു മടിയില്ല. അവർക്ക് ഒരു മടിയില്ലാതെ അവർക്ക് കുറ്റം പറയാൻ കഴിയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. അത് തന്നെയാണ് നമ്മൾ ഈ ടൗൺഷിപ്പിലും കാണുന്നത്. ടൗൺഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഈ മാർക്കിംഗ് കണ്ടിട്ട് വിള്ളൽ വീണു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ അങ്ങ് വലിയ വാർത്തയല്ലായിരുന്നു. ഒരു വീട്ടിൽ വിള്ളൽ കണ്ടെത്തി, സർക്കാർ കൊടുത്ത വീട്ടിൽ വിള്ളൽ. എന്താണ് ആ വാർത്ത? നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞെട്ടിപ്പോവില്ലേ നമ്മള്? വലിയ കൊട്ടി ഘോഷിച്ചുകൊണ്ട് ടൗൺഷിപ്പ് നടക്കുന്നു, ആ ടൗൺഷിപ്പിൽ വിള്ളൽ കണ്ടെത്തുന്നു. ഇത് അവരുടെ പിന്നെ എല്ലാ വീടുകളിലും ഈ പറയുന്ന പോലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ വിള്ളൽ ഉണ്ടാവും. ആ സ്പേസിലൂടെ പിന്നെ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അവിടെ മെയിൻ്റനൻസ് വർക്കുകൾ നടത്തിക്കൊണ്ട് അതിനെ റിപ്പയർ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം എന്നുള്ളതാണ് പിന്നീട് ആലോചിക്കുന്നത്. ഇത് അവർ താമസിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അവിടെ പണികൾ ഇനി നടത്താനുണ്ട്, ടെസ്റ്റുകൾ പലതും നടക്കാൻ, 19 തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താനുണ്ട്. ഇതെല്ലാം നടത്തിയിട്ട് അവർക്ക് വീട് വിട്ടു കൊടുക്കൂ. അല്ല, നിങ്ങൾ ഇവരെ താമസിച്ചോ, ഇനിയുള്ള വെള്ളം കിരിഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അതിനകത്ത് കയറി എന്ന് പറയുന്ന ഒരു രീതിയല്ല സർക്കാരിൻ്റെത്. അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടാണ്. അവർക്ക് ആകെപ്പാടെ മറ്റേ ഇവർക്ക് മറിയക്കുട്ടിച്ചേട്ടത്തേക്ക് വീട് വെച്ച് കൊടുത്ത് പരിചയം മാത്രമേ അവർക്കുള്ളൂ. അതിന്റെ ഒരു പ്രശ്നമാണ്. കാര്യം പിന്നെ പ്രളയം വന്ന സമയത്ത് അവർ 1000 വീട് വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നും നടപ്പിലായിട്ടില്ല. പുനർജനി ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാതുകൊണ്ട് അത് നടപ്പിലായിട്ടൊന്നുമില്ല. അപ്പൊ അവർക്ക് ആകെപ്പാട് അറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആകെ ഒരു വീട് വെച്ചു കൊടുത്തു മറിയക്കുട്ടിച്ചേട്ടത്തേക്ക്. സ്വന്തം നേതാവിന് പിന്നെ സ്മാരകം പണിയാൻ പോലും പണം പിരിച്ച് മുക്കിയവരാണ് കോൺഗ്രസ്സുകാർ. ആ സ്മാരകം പോലും നിർമ്മിക്കാത്ത ആൾക്കാരാ. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശരിക്കും സർക്കാരിന്റെ ഇച്ഛാശക്തി നമുക്ക് ഇതിനകത്ത് കാണാം. പിന്നെ ഈ ഊരാളുങ്കൽ, ഞാൻ അത്ഭുതപ്പെട്ടു. ഊരാളുങ്കലിന്റെ CEO വന്നിട്ട് പത്രസമ്മേളനം വിളിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഒന്നിനെ ആ വഴിക്ക് കണ്ടില്ല. അവിടെ പിന്നെ ദേശീയ മാധ്യമങ്ങൾ, അതായത് PTA അടക്കമുള്ള ദേശീയ ANA അടക്കമുള്ള മാധ്യമങ്ങളെ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അതെന്താ അങ്ങനെ ചെയ്തേ? ഊരാളുങ്കൾക്ക് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ? അതിനുള്ള ഒരു സ്പേസ് നമ്മുടെ മാധ്യമങ്ങൾ അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു വേദനാജനകമായ ഒരു കാര്യം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇതിനകത്ത് ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഊരാളുങ്കലിനെ പണി ഏൽപ്പിച്ച ആദ്യത്തെ സർക്കാർ ഈ പിണറായി വിജയൻ സർക്കാർ അല്ല. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ശരിക്കും അടിയന്തര സ്വഭാവത്തോടു കൂടിയുള്ള ഇതിന് അക്രഡിറ്റേഷൻ പോലും കൊടുക്കുന്നത് ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക്. 900 കോടി രൂപയുടെ വർക്കുകളാണ് ഊരാളുങ്കൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല.
പിണറായി വിജയൻ സർക്കാർ ഊരാളുകളെ എടുത്തു കഴിയുമ്പോൾ ഊരാളുകളിൽ കമ്മീഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ അടിയന്തര സഹായ അല്ലെ അടിയന്തര ഘട്ടത്തിൽ ഊരാളുകളിനെ ഇങ്ങനെ എടുക്കാം, കോൺട്രാക്ട് വിളിക്കാതെ ഊരാളുകളിൽ നേരിട്ട് പണി കൊടുക്കാം, നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊടുക്കാം എന്ന് തീരുമാനമെടുത്ത് ഉമ്മൻചാണ്ടിയായിരുന്നു. അതല്ല കോൺഗ്രസ്സുകാരും മറന്നുപോയി. അതാണ് വേറൊരു കാര്യം. മറന്നുപോയതല്ല, മറക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. കാര്യം അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി കുറ്റം പറയാൻ പറ്റത്തില്ല. അതിന്റെ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്.